ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. CSEBന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് പറയുന്നത്. 1040/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനെ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ റേഷ്യോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഏത് റേഷ്യോ ആണ് വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അപ്പൊ അത് ജസ്റ്റ് നോക്കി പോവാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന കുറച്ചെണ്ണാണ് ആദ്യം പറയുന്നത്. അതിൽ ഒന്നാമത്താണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അടുത്ത നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നുള്ളതിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് തരുന്നതെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് റിട്ടേൺ കിട്ടുന്ന എന്താന്ന് കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് കാണുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിരിക്കും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻറ്റു 100 ആണെങ്കിൽ, അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100 ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോർഷൻ എടുക്കാം അല്ലെ. അടുത്ത കുറച്ച് റേഷ്യോസും കൂടെ ഉണ്ട്, അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്താ നോക്കാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ് അതിൽ ഒന്നാമത്തത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ് യൂസ് ചെയ്യുക. അടുത്തത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് തന്നെ തരികയാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ് അത് യൂസ് ചെയ്യുക. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള എന്താണ്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ആവറേജ് ക്രെഡിറ്റേഴ്സ്, അല്ലെ, ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ എന്ത് കൊടുക്കാം? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യാം. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ടോട്ടൽ അസറ്റ് ആണെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പോർഷൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓൾ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ, അൺഒഫീഷ്യൽ ഓർ സെമി ഒഫീഷ്യൽ ആർ അൺടിൽ രജിസ്ട്രി നോൺ ആസ്. ഏത് വഴിയാണ് ഓഫീസിലേക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളയോ അല്ലെ അൺഒഫീഷ്യൽ ആയിട്ടുള്ളയോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ വരിക എന്നാണ് ചോദിക്കുന്നത്. അത് തപാൽ മുഖേനയായിരിക്കും വരിക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡൽ ഓഫ് മോട്ടിവേഷൻ. കുറെ മോട്ടിവേഷൻ മോഡൽസ് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്തല്ല? മോഡൽ ഓഫ് മോട്ടിവേഷൻ അല്ല. അതേതാണെന്നാണ് ചോദിക്കുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ, കൊഗ്നിറ്റീവ്, എക്സ്പെക്ടൻസി വാല്യൂ,
സൈക്കോ അനലിറ്റിക്കൽ. ഇത്രയാണ് തന്നെ. സെൽഫ് ആക്ച്വലൈസേഷൻ, കൊഗ്നിറ്റീവ്, എക്സ്പെക്ടൻസി വാല്യൂ, സൈക്കോ അനലിറ്റിക്കൽ. ഇതിൽ സൈക്കോ അനലിറ്റിക്കൽ എന്തല്ല, നോട്ട് എ മോഡൽ ഓഫ് മോട്ടിവേഷൻ, ഒരു മോഡൽ ഓഫ് മോട്ടിവേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് ഗവർണൻസ് റെഫേഴ്സ് ടു റെപ്രസെന്റിംഗ് ദ വിൽ ഓർ ഇൻട്രസ്റ്റ് ഓഫ്. അപ്പം ഗവർണൻസ് റെഫേഴ്സ് ടു റെപ്രസെന്റിംഗ് ദ വിൽ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എന്നുള്ളതിന്റെ ആൻസർ വരുന്നത് മെമ്പേഴ്സ് ആണ് കേട്ടോ. Corporate governance in cooperative banks involves the manner in which the business and affairs of banks are governed by. കോപ്പറേറ്റീവ് ബാങ്കില് കോർപ്പറേറ്റ് ഗവർണൻസ് ആണുള്ളെങ്കിൽ ബിസിനസ് അഫയേഴ്സ് ഒക്കെ ബാങ്കിന്റെ ഗവേൺ ചെയ്യുന്ന ആരാന്നാണ് ചോദിക്കുന്നത്. ബോർഡ് ആയിരിക്കും ഗവേൺ ചെയ്യുക കേട്ടോ. ഗവേൺഡ് ബൈ ബോർഡ്. ഇനി ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ഹയർ അതോറിറ്റീസ് ഷുഡ് ബി സൈൻഡ് ബൈ. ഹയർ അതോറിറ്റീസിന് അഡ്രസ് ചെയ്യുന്ന ലെറ്റർ ആരാണ് സൈൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അത് സൈൻ ചെയ്ത് വാങ്ങുക കേട്ടോ. ഇനി പാക്കറ്റ്സ് കണ്ടെയ്നിങ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് വിച്ച് ഈസ് ഓഫ് എ കോൺഫിഡൻഷ്യൽ നേച്ചർ ഷുഡ് ബി അഡ്രസ്ഡ് ടു. ഇപ്പം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പാക്കറ്റ് ഒക്കെ വരികയാണെങ്കിൽ അത് എന്ത് പേരിലായിരിക്കും അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദ ഓഫീസേഴ്സ് അഡ്രസ്ഡ് ബൈ നെയിം. ഓഫീസേഴ്സിന്റെ നെയിമിലായിരിക്കും അഡ്രസ് ചെയ്ത് വരിക. ഇനി ഡാഷ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഈസ് കണക്റ്റഡ് ടു റിയൽ ലൈഫ് പ്രോബ്ലം. റിയൽ ലൈഫ് പ്രോബ്ലം ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കേസ് സ്റ്റഡിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് മെത്തേഡ്. ദ എസെൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നുണ്ടുള്ള എസെൻസ്. ചൂസിങ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ്സ്. ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പം ചൂസിങ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ്സ് ആണ് അതിന്റെ ആൻസർ. ഇനി who is the ex officio member of the managing committee of the state cooperative union? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ, മാനേജിംഗ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആരാന്നാണ് ചോദ്യം. സെക്രട്ടറി ഓഫ് ദ SCU, സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയിരിക്കും എന്ത്, എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is not a function of SCU? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കുറെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അല്ലാത്ത നമ്മൾ കണ്ടുപിടിക്കാം. ടു ഓർഗനൈസ്, അസിസ്റ്റ് ആൻഡ് ഡെവലപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓർഗനൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ടു പ്രൊവൈഡ് മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടു കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യാം, മാനേജീരിയൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്ന്, ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക. ടു ക്യാരി ഓൺ കോപ്പറേറ്റീവ് പ്രൊപ്പഗണ്ട. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ അതിന്റെ ഫംഗ്ഷൻ അല്ലാതെ വരുന്നത് ടു പ്രൊവൈഡ് മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടു കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ അടുത്തത് നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്താന്ന് നോക്കാം. SCU എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്, അതിന്റെ നെയിം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ശരിക്കുള്ള നെയിം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, KSCU എന്നാണ് ഉള്ളത് കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1953-ലാണ്. അതിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 89 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 89-ലാണ് ഇത് വരുന്നത് കേട്ടോ ഈ സെക്ഷൻ. റൂൾ ആണെങ്കിലോ 102-ലാണ് വരുന്നത്. ഇനി ടെനർ എത്ര വർഷത്തേക്കുള്ളതാണ്, 5 വർഷത്തേക്കാണ് കാലാവധി വരിക. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, തിരുവനന്തപുരത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇതിന്റെ മെയിൻ മോട്ടോ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്താ, പ്രൊമോഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന് എന്ത് ചെയ്യുക, പ്രൊമോഷൻ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ പറയുന്നുണ്ട്. ടു സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ സ്ട്രെങ്തൻ, ബലപ്പെടുത്തുക.
ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ടു സ്പ്രെഡ് കോപ്പറേറ്റീവ് ഐഡിയോളജി, കോപ്പറേഷന്റെ ഐഡിയ എന്താണ്, ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഗൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ഇനി മെയിൻ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. മെയിൻ ഫങ്ഷൻസിൽ ഒന്നാമത്തെയാണ് കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. എന്താ പറയുന്നത്, ട്രെയിനിങ്ങും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക അല്ലെ, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. JDC, HDC ആൻഡ് BM എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കിക്മ റൺസ് ചെയ്യുന്നു. കിക്മ എന്ന് പറഞ്ഞാൽ എന്താ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് റൺ ചെയ്യുന്നത് ആരാണ്, SCU ആണ് കേട്ടോ. പബ്ലിഷസ് ബുക്സ് ആൻഡ് ജേണൽസ് ഓൺ കോപ്പറേഷൻ. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ജേണൽസും ബുക്കും ഒക്കെ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ഓർഗനൈസസ് സെമിനാർസ്, എക്സിബിഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് വീക്ക്. സെമിനാറും എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു, കോപ്പറേറ്റീവ് വീക്ക് കണ്ടക്ട് ചെയ്യുന്നു. ഏതാണ് കോപ്പറേറ്റീവ് വീക്ക് എന്ന് പറയുന്നത്, November 14 to 20 വരെ ഉള്ളതാണ് കോപ്പറേറ്റീവ് വീക്ക് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ. അഡ്വൈസസ് ആൻഡ് അസിസ്റ്റസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അസിസ്റ്റ് ചെയ്യുന്നതും ആരാണ്, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അടുത്ത ട്രെയിനിങ് കോഴ്സസ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് കോഴ്സസ് ആണ് JDC. നമ്മൾ പറഞ്ഞു, JDC എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, HDC ആൻഡ് BM ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഇത് രണ്ടുമാണ് ട്രെയിനിങ് കോഴ്സസ് SCU പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് സൂപ്പർവൈസ് ചെയ്യുന്നതോ CTC JTC ട്ടോ. CTC എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ്, JTC എന്ന് പറഞ്ഞാൽ ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ്. ഓക്കെ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ യൂണിയൻ. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു, റൺ ചെയ്യുന്നുണ്ട്, കിക്മ റൺ ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. കിക്മയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. കിക്മന്റെ ഫുൾ ഫോം എന്തായിരുന്നു, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. മെയിൻ ആയിട്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഇനി ബാക്ക് ബോൺ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ കേരള. കേരളത്തിലെ ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത് ട്രെയിനിങ്ങിന്റെ കേട്ടോ, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ബാക്ക് ബോൺ ആയിട്ടാണ് ആരറിയപ്പെടുന്നത്, SCU അറിയപ്പെടുന്നത്. ഇനി ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. എന്താ പറഞ്ഞേ, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കോപ്പറേറ്റീവ്സിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, അല്ലെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു SCUന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഓൺ ദ ജോബ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. നമ്മൾ കുറെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് പഠിക്കുന്നുണ്ട് മാനേജ്മെന്റിൽ അല്ലെ. അപ്പൊ അതില് ഏതാണ് നോട്ട് എ ഓൺ ദ ജോബ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. അതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ കോൺഫറൻസ് മെത്തേഡ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, അപ്രന്റിഷിപ്പ്. ഇതിൽ ഏതാണ് ഓൺ ദ ജോബ് മെത്തേഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചത്. കോൺഫറൻസ് മെത്തേഡ് ഒരു ഓൺ ദി ജോബ് മെത്തേഡ് അല്ല കേട്ടോ. ഇനി എവറി ക്ലർക്ക് ഷുഡ് മെയിൻറ്റെയിൻ എ പേഴ്സണൽ രജിസ്റ്റർ ഫോർ ഈച്ച്. എപ്പോഴാ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഇയറിലാണോ കലണ്ടർ ഇയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ ക്ലർക്കും എന്ത് ചെയ്യണം, ഒരു പേഴ്സണൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം അവരുടെ കലണ്ടർ ഇയറിലാട്ടോ, ഫോർ ഈച്ച് കലണ്ടർ ഇയർ എന്നുള്ളതാണ് ആൻസർ. ഇനി ലോങ് ടൈം ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ. എന്തിനാണ് ലോങ് ടൈം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അതിന് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അറിയാൻ വേണ്ടിയിട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്, അല്ലെ ലോങ് ടൈം ഫിനാൻസസിന്, ഓൾ ഓഫ് ദ എബവ്. ഇതിലെല്ലാം ഉൾപ്പെടുന്ന പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ലോങ് ടൈം ഫിനാൻസസ്, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ലോങ് ടൈം ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ലോങ് ടൈം ഫിനാൻസസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസറിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The long-term cooperative credit structure functions as എത്ര ടയറിലാണ് ലോങ് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. 2 ടയറിലാണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് മെമ്പർ റൈറ്റ്? ഒരു മെമ്പറിന്റെ റൈറ്റ് അല്ലാത്തത് ഏത്? ബേസിക് ആയിട്ടുള്ള ഒരു മെമ്പറിന്റെ റൈറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കുറച്ചുണ്ട്. ഒബ്റ്റെയിൻ റിലവന്റ് ഇൻഫർമേഷൻ ഓഫ് ദ ബാങ്ക് ഓൺ ടൈംലി ആൻഡ് റെഗുലർ ബേസിസ്. എന്താ പറയുന്നത്? റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ബാങ്കിൽ നിന്ന് കിട്ടും ടൈംലി ആൻഡ് റെഗുലർ ബേസിസിൽ. ഇലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. ബോർഡിലേക്ക് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എഫക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇലക്ട് ആൻഡ് റിമൂവ് ദ ചെയർമാൻ ഓർ പ്രസിഡന്റ്. ചെയർമാനോ പ്രസിഡന്റിനെയോ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാനോ ഇലക്ട് ചെയ്യാനുള്ള അധികാരം. ഇത്രയാണ് എന്ത് പറയുന്ന ഓപ്ഷൻസിൽ പറയുന്നത്. ഇതിൽ മെമ്പറിന്റെ ബേസിക് ഒരു ഇതല്ല എന്നുള്ള റൈറ്റ് അല്ല എന്നുള്ളത് ഏതാണ്? നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു ചെയർമാനോ പ്രസിഡന്റിനെ ആർക്ക് വേണമെങ്കിലും മെമ്പർക്ക് വന്നിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതാണ് ഇലക്ട് ആൻഡ് റിമൂവ് ദ ചെയർമാൻ ഓർ പ്രസിഡന്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. നോട്ട് എ ബേസിക് മെമ്പർ റൈറ്റ് ആണത്. ഇനി അടുത്തത്, ഡാഷ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഗവേണിംഗ് ബോഡി ആൻഡ് ദ ഒഫീഷ്യൽസ് ഇൻ ചാർജ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ചാർജ് ഓഫ് എക്സിക്യൂഷൻ എന്തെങ്കിലും പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഗവേണിംഗ് ബോഡിയും ഒഫീഷ്യൽസും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നത് കേട്ടോ. അടുത്തത്, പ്രോസ്പെരിറ്റി, പ്രോഗ്രസ്, പീസ് ആർ റിലേറ്റഡ് ടു. ഈ ഒരു ടേം, ഈ ഒരു മോട്ടോ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. പ്രോസ്പെരിറ്റി, പ്രോഗ്രസ്, പീസ് എന്നുള്ളത് NCUIന്റെ ടേം ആണ് കേട്ടോ. NCUI. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ അസറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിലെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് പോർഷൻ എന്താ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിരിക്കും കോപ്പറേറ്റീവ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അടുത്ത, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ. എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കേരളത്തിലെ റെസ്പോൺസിബിലിറ്റി ഉള്ള നമ്മൾ പഠിച്ചു. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെ, നമ്മൾ നേരത്തെ SCUനെ കുറിച്ച് പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, the returning officer of the election of Circle Cooperative Union is. Circle Cooperative Unionന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാന്ന് ചോദിക്കുന്നത് ഇലക്ഷന്റെ ടൈമിൽ. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി, the cooperative credit structure has been largely focused on. കോപ്പറേറ്റീവിന്റെ ക്രെഡിറ്റ് സ്ട്രക്ചർ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ക്രെഡിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി, 3 tier structure of credit societies was first recommended by. ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ 3 tier structure ആരാണ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആയിരിക്കും 3 tier structure ക്രെഡിറ്റ് സൊസൈറ്റീസിനെ റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. ഇനി, the balance sheet liabilities are arranged in dash order of liquidity. ഏത് ഓർഡറിലാണ് ബാലൻസ് ഷീറ്റില് ലാബിലിറ്റീസ് ഒക്കെ കിടക്കുന്നത്? അസെൻഡിങ് ഓർഡറിലായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റർ ഈസ് എ മന്ത്ലി ജേണൽ പബ്ലിഷ്ഡ് ബൈ. ആരുടെ മന്ത്ലി ജേണലാണ് ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത്? NCUIന്റെ മന്ത്ലി ജേണൽ ആണ് എന്ത് ദ കോപ്പറേറ്റർ എന്നുള്ളത് കേട്ടോ. അടുത്തത്, who constitute സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു നവംബർ 14 to November 20 എന്ന് പറഞ്ഞു. അപ്പൊ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആ ഒരു ടൈമിലല്ലേ. അപ്പം നെഹ്റു ആണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൂ ഇസ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഡിസ്ട്രിക്റ്റിലെ ഹെഡ് ആരാണെന്ന് ആണ് ചോദിക്കുന്നത്. ജോയിന്റ് ഡിസ്ട്രിക്ട്
അല്ല ജോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇവിടെ DCA എന്തിന്റെ ജോയിന്റ് DCA ആണ്. ജോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഡിസ്ട്രിക്ട് ഹെഡ് കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ മതി. ഡിസ്ട്രിക്ട് എന്ന് ആലോചിക്കുമ്പോൾ ജോയിൻ ചെയ്യിക്കുന്ന ആള്, ജോയിൻ ചെയ്യിക്കുക അല്ലെ, പല ഡിസ്ട്രിക്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ആളാണ് ആര്, ജോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയിരിക്കും ഡിസ്ട്രിക്ട് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി ദ മാക്സിമം ബോറോയിങ് പവർ ഓഫ് എ സൊസൈറ്റി ഈസ് ഫിക്സഡ് ബേസ്ഡ് ഓൺ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം ബോറോയിങ് പവർ ഫിക്സ് ചെയ്യുന്നത്? ഒരു സൊസൈറ്റിന്റെ മാക്സിമം ബോറോയിങ് പവർ ഫിക്സ് ചെയ്യുന്നത് അതിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് രണ്ടും നോക്കിയിട്ടാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും നോക്കിയിട്ടാണ് എന്ത് ഫിക്സ് ചെയ്യുക, മാക്സിമം ബോറോയിങ് പവർ ഫിക്സ് ചെയ്യുക കേട്ടോ. ഇനി മാനേജേഴ്സ് എബിലിറ്റി ടു റിക്കഗ്നൈസ് കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക് ഇഷ്യൂസ്, examine numerous and conflicting factors that influence these problems and resolve such problems. മാനേജേഴ്സിന്റെ എബിലിറ്റി ആണ് എന്ത്, റെക്കഗ്നൈസ് ചെയ്യാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവിടെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതും അത് സോൾവ് ചെയ്യുക എന്നുള്ളതും ആരുടെ എബിലിറ്റി ആണ്, മാനേജേഴ്സിന്റെ എബിലിറ്റി ആണ്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. കൺസെപ്ഷ്യൽ ആൻഡ് ഡിസിഷൻ സ്കിൽസ് ആണത്. കൺസെപ്ഷ്യൽ ആൻഡ് ഡിസിഷൻ സ്കിൽസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ പ്രോസസ് ഓഫ് അനലൈസിങ് എ സിറ്റുവേഷൻ, ഡിറ്റർമൈനിങ് ദ ഗോൾസ് ടു ബി അച്ചീവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ആക്ഷൻസ് ടു ബി ടേക്കൺ ടു അച്ചീവ് ദീസ് ഗോൾസ്. എന്താ ഒരു പ്രോസസ് ആണ് അനലൈസിങ് എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നു, ഡിറ്റർമൈനിങ് ദ ഗോൾസ് അവിടുത്തെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് ഉള്ളത് നോക്കുന്നു ഫ്യൂച്ചറിൽ. അപ്പൊ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആക്ഷൻസ്, അതിനു വേണ്ടി എടുക്കേണ്ട ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലാനിങ് എന്ന് പറയാ അല്ലെ. ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാലേ ഗോളിലേക്ക് എത്തുള്ളൂ അല്ലെ, അതവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ ഡിഗ്രി ടു വിച്ച് ദ ഓർഗനൈസേഷൻസ് ഔട്ട്പുട്ട് correspond to the needs and wants of the external environment. എന്താ പറയുന്നത്, ദ ഡിഗ്രി ടു വിച്ച് ദ ഓർഗനൈസേഷൻസ് ഔട്ട്പുട്ട്, ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിരിക്കണം അല്ലെ. പുറത്തെ എൻവയോൺമെന്റിന്റെ ആവശ്യങ്ങളും എന്താ നീഡ്സും വാൺസ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആ ഒരു ഇതിനെ പറയുന്നതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഔട്ട്പുട്ട് എങ്കിൽ. ഓക്കെ, എ ഫിനോമിനൻ ഇൻ വിച്ച് പീപ്പിൾ ചൂസ് നോട്ട് ടു ഡിസഗ്രി ഓർ റേസ് ഒബ്ജക്ഷൻസ് because they do not want to break up a positive team spirit while in the process of decision making. ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ടൈമിൽ ഇപ്പൊ അവരെന്തെങ്കിലും ഒരു ഡിസഗ്രി ചെയ്തു ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, അത് ബ്രേക്കപ്പ് ചെയ്യുന്നില്ല, അതിനെതിരെ പറയുന്നില്ല എന്നുള്ളത് എന്ത് തരം ഡിസിഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഗ്രൂപ്പ് തിങ്ക് ആണ്, എല്ലാരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, അത് വെറുതെ കൊളവാക്കണ്ട, നമ്മളൊരു എതിര് പറയണ്ട എന്ന് തീരുമാനിക്കുന്നതിനാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. The difference between current asset and current liabilities, കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ prepared on the basis of funds defined as cash or cash equivalents. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് on the basis of fund defined as cash or cash equivalent, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ അത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ക്യാഷ് എന്ന് കണ്ടാൽ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. A deliberate and systematic effort by an organization to ensure critical personnel continuity in key position and encourage individual advancement. എന്താ പറയുന്നത്, ഒരു ആളുടെ
അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്താണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെലിബറേറ്റ്ലി ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന എഫോർട്ടിനെ പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്ന സക്സസ് പ്ലാനിങ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർവ്യൂ ടൈപ്പ് ഇൻ വിച്ച് ആപ്ലിക്കൻസ് ആർ ആസ്ക്ഡ് ടു ഐഡന്റിഫൈ situations where they have experienced certain job relevant situation. ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് സിറ്റുവേഷൻ ആണെന്നാണ് ഇന്റർവ്യൂവർ ആപ്ലിക്കൻസിനോട് ചോദിക്കുക. ബിഹേവിയർ ഇന്റർവ്യൂ ആയിരിക്കും കേട്ടോ. അത് ബിഹേവിയർ ഇന്റർവ്യൂ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്നതാണ് ബിഹേവിയർ ഇന്റർവ്യൂ എന്ന് ചോദിക്കുന്നത്. ഇനി റെക്കോർഡിംഗ് ഓഫ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും രണ്ടും റെക്കോർഡ് ചെയ്യും. അതിനെ പറയുന്നതാണ് ഡേ ബുക്ക്. ഓക്കെ, ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് അല്ലെ. ഇൻ ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു വിച്ച് റൂൾ 36 അപ്ലൈസ് വിൽ പ്രിപ്പയർ. റൂൾ 36 കോപ്പറേറ്റീവ് സൊസൈറ്റീനെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഫ്ലൂയിഡ് റിസോഴ്സസ് ആട്ടോ. രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. ഓക്കെ, 36 ഫ്ലൂയിഡ് റിസോഴ്സസ്. The cost that changes according to changes in the volume of production. കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും പ്രൊഡക്ഷന്റെ ചേഞ്ചിനനുസരിച്ച്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ അതില് വ്യത്യാസം അനുസരിച്ച് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, how many days prior notice is to be issued to the secretary of the cooperative society before conducting an audit by the cooperative department? ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര ദിവസത്തിന് മുൻപേ അത് സെക്രട്ടറിനെ അറിയിച്ചിരിക്കണം എന്നാണ് ചോദിച്ചത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ സെക്രട്ടറിനെ 3 ദിവസത്തിന് മുമ്പേ അറിയിച്ചിരിക്കണം ഓഡിറ്റ് നടക്കുമ്പോൾ കേട്ടോ. The long-term solvency of a firm can be examined using long-term solvency എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ലിവറേജ് റേഷ്യോ. ഓക്കെ, ഇനി കറണ്ട് liabilities that represent a service or goods received by a firm but not yet paid for. എന്താ പറയുന്നത്? കറണ്ട് liabilities ആണ്, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? represent a service or goods received by a firm. ഫേമിന് കിട്ടേണ്ട കറണ്ട് liabilities ആയിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അതിനെയാണ് നമ്മൾ അക്രൂവൽസ് എന്ന് പറയാ കേട്ടോ. അക്രൂവൽസ്. The process of matching maturities of debt with the maturities of financial need. മെച്യൂരിറ്റീസ് ഓഫ് ഡെപ്റ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ നീഡും തമ്മിൽ എന്താവുന്നേ മാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹെഡ്ജിങ്. ഡെപ്റ്റും ഫിനാൻഷ്യൽ നീഡും മാച്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹെഡ്ജിങ്. ഓക്കെ അല്ലേ? The cost associated with raising cash to tide over the shortage. The cost, ക്യാഷ് റേസ് ചെയ്യുന്നതിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് ഇല്ലേ, ആ ഒരു കോസ്റ്റിന് പറയുന്ന പേരെന്താണ്? ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ് whose payments are based on the performance of some agreed upon benchmarks. അപ്പൊ എന്താ പറയുന്നത്? രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് whose payment are based on the performance of some agreed upon benchmark. അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ചില എഗ്രീഡ് അപ്പോൺ കണ്ടീഷൻസ് വെച്ചിരിക്കും. അതിനെ പറയുന്നതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുക കേട്ടോ. The possibility of a loss happening due to borrower's failure to repay a loan. ഒരു ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, ആ ഒരു പോസിബിലിറ്റി ഓഫ് ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക്. ഓക്കെ, ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, ആ ഒരു പോസിബിലിറ്റി ഓഫ് ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക്. ഡാഷ് റിലേറ്റ്സ് ടു ദ willingness or motivation to do something of a leader. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സൈക്കോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയാം അല്ലെ.
സൈക്കോളജിക്കൽ മെച്യൂരിറ്റി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മളിപ്പോ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ട്ടോ. ബാക്കി 50 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.